ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ആർ സ്റ്റോറീസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ട് നിന്നത്. രാവിലെ എഴുന്നേറ്റൊന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് നിന്നതാ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കട്ടൻ ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ പാൽ ഐറ്റംസ് അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. പാൽ ഐറ്റംസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം സ്ഥിരം കട്ടനാണ് കുടിക്കാറ്. അപ്പോൾ രാവിലെ കട്ടൻ ഇടാൻ വേണ്ടി പോയതാണ് കേട്ടോ. കട്ടൻ നിർബന്ധമുണ്ടോയെന്ന് വെച്ചാൽ നിർബന്ധമില്ല. ഞാൻ വെച്ച് കട്ടനാവുന്ന സമയത്ത് കുറച്ച് പണികളുണ്ട്, അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാ. അതായത് തലേ ദിവസം രാത്രി ഉഴുന്നും പച്ചരിയും വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പരിപ്പോട ഉണ്ടാക്കാനായിട്ട് പരിപ്പ് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കടല ഒന്ന് കുക്ക് ചെയ്ത് ഫ്രീസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിനുള്ള കടലയും തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു കട്ടനാവുന്ന ടൈമിൽ. എന്താണെന്നറിയത്തില്ല, ഫസ്റ്റ് ബർണർ നല്ല ഹീറ്റ് വരുന്ന ബർണറില്ലേ, ആ ബർണർ വർക്കിംഗ് ഇച്ചിരി പ്രശ്നമാണ്. അതായത് ഒരുപാട് ഹീറ്റ് വരുന്നില്ല, ഭയങ്കര ലോ ഹീറ്റാണ് വരുന്നത്. അപ്പോൾ കട്ടനൊക്കെ ആവാൻ നല്ല ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വെച്ച ആ ടൈമിൽ കടല കുക്ക് ചെയ്യാൻ വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ. അങ്ങനെ കട്ടൻ തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് കടല കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ തലേ ദിവസം കടല കഴുകി വെച്ചാലും പിറ്റേന്ന് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് 2 വെള്ളമെങ്കിലും കഴുകും. അതെന്താണെന്നറിയത്തില്ല, ഞാൻ കഴുകിയിട്ടാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ, അത്രേ ഉള്ളൂ. ഇച്ചിരി ഉപ്പ് ഇട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത്. ഇന്ന് എനിക്ക് വലിയ പരിപാടികൾ ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് കുക്ക് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശാന്തമായും വളരെ ഓക്കെ ആയിട്ട് പതുക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീക്ക് നല്ല ഈസി ആയിട്ട് പോവും. അതുകൊണ്ടാണ് എല്ലാം നേരത്തെ കുക്കൊക്കെ ചെയ്ത് ഫ്രീസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കട്ടൻ ആയി. അങ്ങനെ ഞാൻ പോയി ഇരുന്ന് കട്ടൻ കുടിച്ചു. കട്ടൻ കുടിക്കുമ്പോഴത്തേക്ക് ഞാൻ വന്നിരുന്ന് ഫോണൊക്കെ കുത്തി കുറേ വീഡിയോസൊക്കെ കണ്ട്, രാവിലെ ഗുഡ് മോർണിംഗ് അമ്മ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ റിപ്ലൈ കൊടുത്ത് ഒക്കെ ഇരിക്കും. ചിലപ്പോൾ വിളിക്കും, രാവിലെ അമ്മ വിളിക്കും, അങ്ങനെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് കട്ടനൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു പരിപ്പ് വടയ്ക്കുള്ള സാധനം അരച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ട് നമുക്ക് പരിപ്പ് വട ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് പരിപ്പെടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമ്മളെ പരിപ്പ് കുറച്ച് 2 സ്പൂൺ പരിപ്പെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പരിപ്പ് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ. ആ അടിച്ചെടുത്ത പരിപ്പിലോട്ടാണ് നമ്മൾ പച്ചമുളകും പിന്നെന്തോ സവാളയല്ല, നല്ലത് ചെറിയുള്ളിയാണ്. എൻ്റെ മടി കാരണം ഞാൻ ചെറിയുള്ളിയെ സ്കിപ്പ് ചെയ്തിട്ട് സവാളയിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സവാളയും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലയും ചേർക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഉരുട്ടി വരുമ്പോഴത്തേക്ക് ഉണ്ടാവണം. എന്നിട്ടിങ്ങനെ നമ്മളിങ്ങനെ 2 കൈയുടെ അകത്ത് വെച്ചിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പോട റെഡിയാവും. പരിപ്പോടയിൽ ഇഞ്ചി ഇടണം കേട്ടോ. ഞാൻ ഇഞ്ചിയുടെ കാര്യം മറന്നുപോയി പറയാനായിട്ട്. അപ്പോൾ സവാളല്ല, ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില പറഞ്ഞായിരുന്നോ, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണം സാധനം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ കുറച്ച് നേരം കായം മൊത്തത്തിൽ പോയി കയ്യിൽ നിന്ന് പോയി, കായം കൂടി ചേർക്കണം. അപ്പോൾ ഇതാണ് പരിപ്പോട. വീഡിയോയിൽ കണ്ടല്ലോ എന്തൊക്കെയാണ് ഇടുന്നത്, അത്രേ ഉള്ളൂ സാധനം. അതൊക്കെ അങ്ങോട്ട് ഇട്ട് പരിപ്പ് വടയ്ക്കുള്ള മിക്സ് റെഡിയായി നമ്മളങ്ങോട്ട് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം, അത്രേ ഉള്ളൂ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളക്കടല കുക്കായിട്ടുണ്ട്. അപ്പം വിസിൽ വന്നു. ഞാൻ 5 വിസിലായിട്ട് 5 വിസിൽ വന്നു. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പച്ചരി ഉഴുന്നും ആട്ടുവാണ് കേട്ടോ. പച്ചരി ഉഴുന്നും നമ്മൾ കൂടുതലും അപ്പം, ദോശ, ഇഡലി ഈ വക സാധനങ്ങൾ രാത്രിയാണ് കഴിക്കാറ്. അപ്പോൾ രാവിലെ ആട്ടി വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലത്തേക്ക് അത് പുളിക്കും, അത് പൊന്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രാവിലെ അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രിയിലത്തേക്കുള്ള കാപ്പി ഇഡലിയോ ദോശയോ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ചെയ്യാറ്. ഇപ്പോൾ തന്നെ ഈ ഇഡലിയുടെയും ദോശയുടെയും മാവ് 2ആയിട്ട് ഞാൻ മാറ്റി വയ്ക്കും. അതായത് ഒരു പോർഷൻ ഇന്ന് എടുക്കാനും നാളെ എടുക്കാനായിട്ട്, ഒരു പോർഷൻ
കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കാനായിട്ട്. അതായത് സ്ഥിരം ചേർത്ത് ദോശ ഇഡലി ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മടുക്കും. അതുകൊണ്ട് സ്ഥിരം ചേർത്ത് വെക്കാറില്ല. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് വെക്കാറ്. എന്തെങ്കിലും ദോശയൊക്കെ കഴിക്കാൻ തോന്നുമ്പോഴത്തേക്ക് എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു ടിന്ന് മാറ്റി വെക്കുന്നത്. ഒരു ടിന്ന് നമുക്ക് ചേർത്ത് 2 ദിവസം എടുക്കാനായിട്ട്. അതിൽ മാത്രം, അതായത് ഇന്നും നാളെ എടുക്കുന്നതിൽ മാത്രം ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യും, ഇല്ലെങ്കിൽ മാവ് പുളിച്ചു പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വീണ്ടും എല്ലാം തട്ടുമ്മയിൽ കയറ്റുവാണ്. ഞാൻ അത് കറി വെക്കാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഞാൻ ആ പാത്രം കൂടുതൽ യൂസ് ചെയ്യാറ് ഇത് കണക്ക് എന്തേലും വെള്ളത്തിലിടാനാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലിട്ട് അതിൻ്റെ യൂസേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് വീണ്ടും എടുത്ത് മുകളിലാക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കടലയുടെ വിസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് വിസിൽ കളഞ്ഞു പോയി. അപ്പോൾ വിസിലൊന്ന് പൊക്കി നോക്കിയിട്ട് ഒന്ന് തുറന്ന് ഊറ്റി മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിനെ ഒരു സിപ്പ് ലോക്കിലാക്കി ഫ്രീസ് ചെയ്യാൻ, എയറൊക്കെ കളഞ്ഞിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് കുറേ പണികളൊക്കെ. ഇപ്പം നമുക്ക് കടല വെള്ളത്തിൽ ഇടാൻ മറന്നുപോയാലും കുഴപ്പമില്ല, ഫ്രീസറിൽ നിന്ന് എടുത്ത് കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രമെല്ലാം ഒന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല എങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളിലേക്കുള്ള കാര്യങ്ങൾ, കുറച്ച് ദിവസം ഈസി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ കിച്ചണിൽ വാഷ് ചെയ്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്തെടുത്ത് വയ്ക്കുകയാണ് കേട്ടോ. ഈ 2 ഓറഞ്ച് ബൗള് രാഹുവിൻ്റെ വീട്ടിലെയാണ്. പിന്നെ വന്ന് പ്രൊജക്റ്റിൻ്റെ ബാക്കി ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ പ്രൊജക്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് ഫുഡ് കഴിച്ചത്. ഇത് ആക്ച്വലി നമ്മുടെ ഉച്ചത്തെയും രാത്രിയിലത്തേക്ക് ഇടയിൽ വരൂലേ, വൈകിട്ട് അപ്പോഴത്തെ ഫുഡാണ്. ജസ്റ്റ് ഒരു പരിപ്പൊടി, സാമ്പാറും ചമ്മന്തിയും പിന്നെ മസാല ദോശയായിരുന്നു. പിന്നെ അത് കഴിച്ചിട്ട് റെഡിയായി ഞാനും രാഹുവും കൂടി കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാൻ പോകാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ചാലയിൽ പോയി കേട്ടോ വെജിറ്റബിൾസ് മേടിക്കാനായിട്ട്. നമ്മൾ വെജിറ്റബിൾസ് മേടിക്കാൻ ചാലയിലാണ് പോകുന്നത്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മേടിക്കുമ്പോഴത്തേക്കും നമ്മളെ പട്ടിക്കുട്ടന്മാർക്കും അവിടെ നിന്നാണ് വെജിറ്റബിൾസ് മേടിക്കുന്നത്. അപ്പോൾ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാൻ ചാലയാണ് ബെറ്റർ എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചാലയിൽ പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് മാത്രമാണെങ്കിൽ നമ്മൾ രാമേന്ദ്രയിൽ നിന്നാണ് സാധനം എടുക്കാറ്, വെജിറ്റബിൾസ് മേടിക്കാറ്. നമുക്ക് കുറച്ച് കൂടുതൽ ക്യാരറ്റും ബീട്രൂട്ടും പംകിനും സ്വീറ്റ് പൊട്ടാറ്റോയൊക്കെ വേണം. കാരണം ഇതെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കുന്ന സാധനമാണ്. അവർക്ക് ഫുഡിൽ നമ്മൾ എന്നും മത്തനും ക്യാരറ്റും ബീട്രൂട്ടും ചേർക്കാറുണ്ട്. ഇത് അവർക്ക് വേണ്ടി മേടിച്ച മത്തനാണ് കേട്ടോ, വലിയ മത്തങ്ങ. അപ്പോൾ അവർക്ക് ഏകദേശം 1 മാസം അത് പോവും. ഈ എല്ലാ വെജിറ്റബിൾസും കൂടി ഇടുന്നതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസ് അല്ലേ കട്ട് ചെയ്തിടൂ. പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ അവർക്ക് ഇഷ്ടമാണ്, അവരതും കഴിക്കും, നമ്മളും കഴിക്കും. അങ്ങനെ പിന്നെ നമുക്ക് ഉള്ള വെജിറ്റബിൾസ് സാധാരണ എല്ലാ വെജിറ്റബിൾസും അവിടെ നിന്ന് തന്നെ മേടിക്കും. നമ്മൾ അങ്ങനെ കറിവേപ്പില മേടിക്കാറില്ല കേട്ടോ കടയിൽ നിന്ന്. കാരണം നമ്മൾ മറ്റേ വിഷം അടിച്ച് വരുന്നതായതുകൊണ്ട് കറിവേപ്പില, മല്ലി, പുതിനയൊക്കെ വളരെ റെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ എല്ലാത്തിലും യൂസ് ചെയ്യാറില്ല. ആക്ച്വലി പച്ചക്കറികളെല്ലാം വിഷമടിച്ച് വരുന്നതാണ്. എന്നാലും ഈ മല്ലിയില, പുതിനയില, കറിവേപ്പില എന്ന് പറയുന്നത് ഭയങ്കര വിഷമുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കറിവേപ്പില, അതുകൊണ്ട് കൂടുതൽ കറിവേപ്പില പുറത്തൊന്നും മേടിച്ചൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പം നമ്മളെ പോയപ്പോഴത്തേക്ക് വീട്ടിലെന്തോ ഉണ്ടായതാണെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാ. അതും ഈവൻ ഈ വെള്ളത്തിൽ ഉപ്പും മഞ്ഞപ്പൊടിയും വിനാഗിരി ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം അതിൻ്റെതായ ഇപ്പം സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ടിന്നുകളിലാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമുക്ക് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ ഫ്രം ആർ സ്റ്റോറീസ്.